ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ബ്രൂച്ചും ടയറൊക്കെയല്ലേ ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് യൂപിൻ. യൂപിന്നും അവർക്ക് ആവശ്യമാണ്. അതുപോലെ യൂപിന്നിൽ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്യാവോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് സെയിൽ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ യൂപിന്നും കൊണ്ടുവന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ്. ഞാനിവിടെ സിൽവർ കളറിൽ വരുന്ന ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. സൈസ് വന്നിട്ട് 3 ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് വലിയ സൈസിൽ വരുന്ന ഫ്ലവറാണ്. അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ്. ഇതിൻ്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കേട്ടോ. 7 കളേഴ്സിലാണ് വരുന്നത്. റെഡ്, ഗ്രീന്, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ വേണ്ടത് യെല്ലോ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന ബീഡ്സ് ആണ്. ഇനി വേണ്ടത് യെല്ലോ കളറിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് 5 ആണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലോ ബാക്കിലോ ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ്. ഗോൾഡൻ കളറാണ്. ഇനി വേണ്ടത് നമ്മളുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള യൂപിന്നാണ്. ഇത് നമ്മൾ ബ്ലാക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡും സിൽവറും പല കളേഴ്സിൽ അവൈലബിൾ ആണോ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷേ കളറിലൊന്നും കാര്യമില്ല കേട്ടോ. ഇത് ബാക്കിലോട്ട് അങ്ങ് കുത്തി കൊടുത്താൽ ഇതിൻ്റെ കളറൊന്നും അറിയില്ല. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കാം. ഇനി താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി താഴെ കാണുന്ന 2 കമ്പി ഉണ്ട് കേട്ടോ. ആ 2 കമ്പി താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൊരു കമ്പിയിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് വന്നിട്ട് ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബീഡ്സ് ഫുള്ള് നമ്മളിതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്ന 2 കമ്പി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അതുപോലെ 4 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ്, ഫ്ലവർ ബീഡ്, യെല്ലോ ബീഡ് ഈ ഒരു ഓർഡറിൽ മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഇതുപോലെ നിൽക്കണം കേട്ടോ. ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. കുറച്ച് താഴോട്ട് കട്ട് ചെയ്ത് മാറ്റണേ. കുറേ കമ്പി നമുക്ക് ആവശ്യമാണ് ചുറ്റി കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു യൂപിന്നെ നമ്മൾ എടുക്കുകയാണ്. അത് ഇതുപോലെ വൈഡാക്കി കൊടുക്കുക കേട്ടോ. വൈഡാക്കിയാലേ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിസ്റ്റൽ ബീഡിൻ്റെ പാർട്ട് സൈഡിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് വന്നിട്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി മൂന്നാമത്തെ പാർട്ടും പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തലയിൽ വെക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഒരു കമ്പി കുറച്ചും കൂടെ നീളം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ പാർട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കമ്പിയുടെ കുറച്ച് താഴോട്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ ചുറ്റി കൊടുക്കാനുള്ള കമ്പി ബാലൻസ് ഉണ്ടാവേ.
ഇനി ഈ ഒരു ഫ്ലവർ ബീഡ് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു കമ്പി വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഈ ഒരു കമ്പി പോവും. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പിരിച്ചു കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. കാരണം സ്ലോയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടി പോവും. പിന്നെ വെറുതെ ഈ ചുറ്റുന്ന വീഡിയോ എന്തിനാണ് സ്ലോയിൽ കാണിക്കുന്നത് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാലേ ഇത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലവർ ബീഡും നമ്മളിതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ്. കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുക്കുക. ഉള്ളിലോട്ടൊക്കെ ഒന്ന് കുത്താത്ത രീതിയിൽ ഒതുക്കി കൊടുക്കുക. ഇനി ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഫ്ലവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ബീഡ്സുകളും ചെരിഞ്ഞിട്ടൊക്കെ ആവും നിൽക്കുക. അതുപോലെ നമ്മൾ വൈഡാക്കി വെച്ചിട്ടുള്ള യൂപ്പിന് ഒന്ന് അടുപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മളുടെ ഹെയർ പിന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര തന്നെ ടൈം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു ഫ്ലവർ കുറച്ച് വലിയ ടൈപ്പ് ഫ്ലവർ ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് തോന്നും. തലയിൽ ഒരു 3 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ഹെയർ പിന്നായിരിക്കും ഇത്. അതല്ല ഒരെണ്ണമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണമായിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ യൂപ്പിന് ഗോൾഡിലും വൈറ്റിലും സിൽവറിലൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കളർ നോക്കണ്ട, കിട്ടിയത് യൂപ്പിനാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. കാരണം ഈ ഒരു യൂപ്പിന് തലയിലോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ യൂപ്പിന് പുറത്തോട്ട് കാണില്ല. ഈ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ബീഡ്സും ഫ്ലവേഴ്സും മാത്രമാണ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക. യൂപ്പിന് അങ്ങനെ വിസിബിൾ ആവാത്ത രീതിയിലാണ് നമ്മൾ തലയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കളർ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഗോൾഡോ സിൽവറോ വൈറ്റോ ഒക്കെ വാങ്ങാം, കുഴപ്പമില്ല. പക്ഷേ ഇത് തലയിൽ വെച്ചാൽ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മെറ്റീരിയൽസൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.